ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊളുംസ് ലോ എന്താണെന്ന് കണ്ടിരുന്നു. അപ്പോൾ കൊളുംസ് ലോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അട്രാക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും, റിപ്പൾസീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കും. അത് വന്നതിൻ്റെ റീസണും അറിയായിരിക്കും ഒരു പക്ഷേ. Q1 Q2 നമ്മൾ പ്രോഡക്റ്റാണ് വരുന്നത്. അപ്പോൾ പ്ലസ് ഇൻറ്റു പ്ലസ് എന്താണ്? പ്ലസ് തന്നെയാണ്. അപ്പോൾ ലൈറ്റ് ചാർജസ് ഇത് റിപ്പല്ലാണ്. അപ്പോൾ ആ റിപ്പൽഷനാണ് നമ്മൾ പ്ലസ് കൊടുക്കുക. അൺലൈക്ക് എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് ആണ് വരിക, അട്രാക്റ്റീവാണ്. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊളുംസ് ലോ ഇൻ വെക്റ്റർ ഫോം, ഈ വാക്കൊന്ന് ശ്രദ്ധിച്ച്. എന്താ വെക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? വെക്റ്റർ എന്ന് പറഞ്ഞാൽ ദിശ അല്ലേ? ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വെക്റ്റർ എന്നുദ്ദേശിക്കുന്ന ആ ഡയറക്ഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ടെൻഷൻ കൂടാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെ വലുതായിട്ടൊക്കെ കാണും. ചിലപ്പോൾ നമുക്ക് വിചാരിക്കുമോ ഇതെനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെയില്ല. ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഈ ചിത്രത്തിലെ ചില സിമ്പിൾസ് ആണ് ഞാൻ താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഈ ചിത്രത്തിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും കാര്യം മനസ്സിലായ എല്ലാം കഴിഞ്ഞു. അതാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്, അത്രയും അത് തന്നെയാണ്. അപ്പോൾ വെക്റ്റർ ഫോം പറയുന്നത് വേറൊന്നുമല്ല, F12 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാർജ് Q1നെ Q2 എന്ത് ചെയ്യുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഒന്നും കൂടെ പറയാം. F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 എന്ന് വെച്ചാൽ Q1 ഡ്യൂ ടു Q2. Q1നെ Q2 എന്താണ് ചെയ്യുന്നത്? തള്ളുക. എങ്ങോട്ട് തള്ളി? ഇടത്തോട്ട്. അടുത്തത് ഇതേപോലെ F21 എന്ന് പറഞ്ഞാൽ Q2വിനെ Q1 എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1, അതാണ് F21. Q2നെ Q1 എന്താ ചെയ്തത്? തള്ളി. എങ്ങോട്ട്? വലത്തോട്ട്. എനിക്ക് അഭിമുഖമായിട്ടാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പം എൻ്റെ വലത്തോട്ടാണ് F21, ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത്തോട്ടാണ് F12. ഈ കാര്യം നമ്മൾ വെക്റ്റർ ഉപയോഗിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാളുകളാണ്. F21 എന്ന് പറയുമ്പോൾ നിങ്ങൾ IJK എന്നൊക്കെ കേട്ടിട്ടുള്ള ആളുകളാണ്. I എന്ന് പറഞ്ഞാൽ X ആക്സിസ്, J എന്ന് പറഞ്ഞാൽ Y ആക്സിസ്, K എന്ന് പറഞ്ഞാൽ Z ആക്സിസ്. I ക്യാപ്, J ക്യാപ്, K ക്യാപ് എന്ന് പറയുന്നത് പോലെ R ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ. ആരുടെ ഡയറക്ഷനിൽ 21ന്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ. 21 എന്ന് പറഞ്ഞാൽ F21 എന്നുള്ള ഫോഴ്സ് എങ്ങോട്ടാണ്? വലത്തോട്ട്. അപ്പൊ R21 ക്യാപ് എങ്ങോട്ടാ? വലത്തോട്ട്. അപ്പൊ R12 ക്യാപ് എന്തുവരും? ഇടത്തോട്ട്. അപ്പോൾ ഈ രണ്ട് ദിശകളും വിപരീതമാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്ടേഴ്സും +x ഇങ്ങോട്ടാണ് എങ്കിൽ -x ഇങ്ങോട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതേ പ്രകാരത്തിൽ R12 ഈക്വൽ ടു മൈനസ്, ഈ മൈനസിന് പ്രാധാന്യമുണ്ട്, R21. അതുകൊണ്ടാണ് ഇതിന്റെ ഡയറക്ഷൻ F12 ഇസ് ഈക്വൽ ടു -F21. F12 വെക്ടർ ആണ്, F21 വെക്ടർ ആണ്. തുല്യവും വിപരീതവും, ദേ ആർ ഈക്വൽ. അല്ലെങ്കിൽ നമ്മളുടെ ന്യൂട്ടൺസ് തേർഡ് ലോ പോലെ ആക്ഷൻ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു റിയാക്ഷൻ. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ എഴുതാറുണ്ട്. തുല്യവും വിപരീതവും. തുല്യമാണ്. എന്തുകൊണ്ടാണ് തുല്യമായത്? രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q1 Q2 R² നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ. 1/4πε0 Q1 Q2 R12. R12 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഫ്രം Q2 ടു Q1. Q2വിൽ നിന്ന് Q1 വരെയുള്ള ദൂരം. അത് തിരിച്ചും Q1ൽ നിന്ന് Q2 വരെയുള്ള ദൂരം. രണ്ടാണെങ്കിലും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. R12 ആയാലും ശരി, R21 ആയാലും ഇത്രയും അതിന്റെ മാഗ്നിറ്റ്യൂഡാണ്.
ഇതും കൂടെ ചേരുമ്പോഴേ അത് വെക്റ്റർ ആവുന്നുള്ളൂ. എക്സ് എന്ന് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, എക്സ് ഐ ക്യാപ് എന്ന് എഴുതുമ്പോഴാണ് അതിന് ഡയറക്ഷൻ ആവുന്നത്. അപ്പം ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഇത് മാഗ്നിറ്റ്യൂഡ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ച് പറഞ്ഞിരുന്നില്ല, കാരണം നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഡീൽ ചെയ്തിരുന്നത്. അപ്പം ഡയറക്ഷൻ നോക്കുക, ഇതിന്റെ രണ്ടിന്റെ മൂല്യം ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? R12 is same as R21. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ആരാണ്? R cap 12 is equal to minus R cap 21. അപ്പം അങ്ങനെ ആവുമ്പം ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ്. സോ ഈ ടേം എന്ത് വരും? F12 മൂല്യം രണ്ടിൻ്റെയും സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ F21 ഈക്വൽ ടു മൈനസ് F12. സോ ഇതാണ് കൊളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ള ടോപ്പിക് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. നമ്മൾ കഴിഞ്ഞ വർഷം വേവ്സിലൊക്കെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. കൊളംസ് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നിലധികം ചാർജസ്, ഒരു സെറ്റ് ഓഫ് ചാർജസ് ഉണ്ട് എങ്കിൽ ആ എല്ലാ ചാർജസും ഈ ഗ്രൂപ്പിലെ ഒരാളുടെ മുകളിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ, ഈ ഒരു ചാർജിന്, എനി ചാർജ് എന്നുള്ളത് ഇവിടെ ഒരു എക്സാമ്പിൾ Q1 ആയിട്ട് സങ്കല്പിക്കുക. 3 ചാർജസ് ആണ് ഉള്ളതെങ്കിൽ ആകത്തുക എന്ന് പറയുന്നത് Q1ന്റെ മുകളിലുള്ള ആകെ ഫോഴ്സ് കാണാൻ Q1നെ പിടിച്ചുകൊണ്ട് മറ്റോരോരുത്തരുമായിട്ടുള്ള ഫോഴ്സ് കണക്കാക്കുക. അപ്പൊ Q1നെ Q2 എന്ത് ചെയ്യുന്നു നോക്കി, Q1നെ Q3 എന്ത് ചെയ്യണമെന്ന് നോക്കി, കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചത്? Q1നെ Q3 അങ്ങോട്ട് തള്ളും മുകളിലേക്ക്. Q1നെ Q2 എന്ത് ചെയ്യും? വശത്തോട്ട് വലത്തോട്ട് തള്ളും. അപ്പോൾ Q1നിപ്പോൾ 2 തള്ളൽ ഒരുമിച്ച് അനുഭവിക്കണം, ഒന്ന് വലത്തോട്ടും ഒന്ന് മുകളിലോട്ടും. അപ്പോൾ ഇങ്ങനെ പാരലോഗ്രാം പോലെ, പാരലോഗ്രത്തിന്റെ 2 സൈഡ് പോലെ വന്നാൽ അതിന്റെ റിസൾട്ടന്റ് ഡയഗണൽ എന്ന് പറയുന്നതാണ് അതിന്റെ സം. അപ്പൊ F1 എന്ന് പറയുന്നത് എന്തിന് സമ്മായിരിക്കും? F12നും F13യുടെയും ആകത്തുകയായിരിക്കും. ഇനി F12 എഴുതാനും F13 എഴുതാനും ഒക്കെ എല്ലാവർക്കും അറിയാം. എങ്ങനെ എഴുതുക? F12 എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q2 by R1 square R cap 12. അതേപോലെ F13 എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q3 by R13 square R13 cap. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ത് വരും? F12 പ്ലസ് F13 എഴുതി. ഇനി ഇതേ കാര്യം നമ്മൾ ഒരു n ചാർജസിന് കൊടുത്താൽ, n ചാർജസ് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മുതൽ, ഇപ്പൊ നമ്മൾ 3 എഴുതിയത് 1 2 3, ഇനി n എണ്ണം, അത് 50 100 എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതേ പണി സൂപ്പർ പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. തുടരെ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആദ്യം 1ന്റെ മുകളിൽ 2 അപ്ലൈ ചെയ്യുന്നു, 1ന്റെ മുകളിൽ 3 അപ്ലൈ ചെയ്യുന്നു, 1ന്റെ മുകളിൽ 4, 1ന്റെ മുകളിൽ 5, 1ന്റെ മുകളിൽ 6, അങ്ങനെ പോയി 1ന്റെ മുകളിൽ n അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണിത്. അപ്പോ ഈ ഓരോ പ്ലസ് ഇടുന്നതിന് പകരം നമ്മൾ സിഗ്മ എന്നിട്ട് കൊടുക്കാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ്, സെക്കൻഡ് ടേം പ്ലസ്, തേർഡ് ടേം പ്ലസ്, ഫോർത്ത് ടേം പ്ലസ് എക്സെട്ര. അപ്പൊ അതിന് പകരം സിഗ്മ നമുക്ക് ഒറ്റ ടേമിലിടാം. ഇവിടെ Q1/4πε0 കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. അപ്പൊ Q1നെ ബാക്കിയുള്ളവരൊക്കെ എക്സേർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ I ഈക്വൽ ടു 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 1 ഒഴിച്ച് ബാക്കിയുള്ളവരല്ല. 1 ഒഴിച്ച് ബാക്കിയുള്ളവരാരാ? 2 മുതൽ n വരെയുള്ള ആളുകൾ. അപ്പൊ സമ്മേഷൻ കണ്ടോ? 2 to n. അപ്പൊ ഈ ഫസ്റ്റ് ടേം എന്ത് വരും? Q2. ഇതിവിടെ Q1 ഉണ്ട്. Q2 by R12 square R12 cap ഈ ടേം. അടുത്ത ടേം Q3. അതാ Q1 ഇവിടെ ഉണ്ട്. Q3 R13 square R13 cap. അടുത്ത എന്ത് വരും? Q1 by ഇതിവിടെ ഉണ്ട്. Q1/4πε0. അടുത്ത ടേം 2 നമ്മൾ കണ്ടു, 3 നമ്മൾ കണ്ടു. അടുത്ത ടേം എന്ത് വരും? 4 വരും.
Q4 by R14 square R14 cap. അടുത്തതോ Q5 R15 square R15 cap, etc. up to n. So ഇതിന് പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കുളംബ്സ് ലോയുടെ വെക്ടർ ഫോമും ഡീൽ ചെയ്തു, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് ടോപ്പിക്. ഗുഡ് ബൈ.